നമ്മൾ ബൈനറി സെർച്ച് ട്രീ ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ബൈനറി സെർച്ച് ട്രീയുടെ ഒരു പ്രത്യേകത, അതായത് ട്രീ നമുക്കറിയാം, ഒരു നോഡ് ഉണ്ടാവും. ആ നോഡിൽ നിന്നും മറ്റ് നോഡുകളുണ്ടാവും. ഇപ്പോൾ ഈ ആദ്യത്തെ ഈ നോഡിന് നമ്മൾ റൂട്ട് എന്നാണ് പറയുക. അതിൻ്റെ ബാക്കിയുള്ള നോഡുകളെയൊക്കെ നമ്മൾ ലീഫ് എന്ന് പറയും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ കൊടുക്കുന്ന ഈ ഒരു ഇതിന് പറയുന്ന പേര് എഡ്ജ് എന്നാണ്. അപ്പോൾ സാധാരണ നമ്മൾ ട്രീക്കുള്ള എല്ലാ കാര്യങ്ങളും ബൈനറി സെർച്ച് ട്രീക്ക് കാണും. പക്ഷേ ഈ ബൈനറി സെർച്ച് ട്രീയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂട്ട് നോഡിനേക്കാളും എപ്പോഴും വാല്യൂസ് ലെസ്സറായിരിക്കും ലെഫ്റ്റ് സൈഡിലോട്ടുള്ള നോഡുകളിൽ. അതുപോലെ തന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ടുള്ള നോഡുകളിലാണെങ്കിൽ വാല്യൂസ് എപ്പോഴും റൂട്ട് നോഡിനേക്കാളും ഹയർ ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ബൈനറി സെർച്ച് ട്രീയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ട്രീയുടെ വാല്യൂ ഒരു 50 ആണ് റൂട്ടിലുള്ളതെങ്കിൽ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നോഡുകൾക്ക് 50 ബിലോ ആയിരിക്കും, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള നോഡുകൾ 50 എബോവ് ആയിരിക്കും. ഇപ്പോൾ ഇതൊരു 40 ആണെങ്കിൽ ഇത് എപ്പോഴും ഒരു 60 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ബൈനറി സെർച്ച് ട്രീയുടെ സെർച്ച് ഓർഡർ, അതായത് ബൈനറി സെർച്ച് ട്രീയുടെ സെർച്ച് ലെങ്ത്ത് അല്ലെങ്കിൽ എന്താണ് ടൈം കോംപ്ലക്സിറ്റി, മാക്സിമം സെർച്ചിങ് ടൈം എന്ന് പറയുന്നത് മാക്സിമം സെർച്ചിങ് ടൈം n ആയിരിക്കും. ആൻഡ് മിനിമം സെർച്ചിങ് ടൈം ഓഫ് ബൈനറി സെർച്ച് ട്രീ ഈസ് log n ആയിരിക്കും. നമ്മൾ ഒരു ബൈനറി സെർച്ച് ട്രീ കൺസിഡർ ചെയ്യുന്നതനുസരിച്ചായിരിക്കും, അതിൻ്റെ സെർച്ച് ചെയ്യുന്നതിന് അതിൻ്റെ വാല്യൂസ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ടൈം, സെർച്ച് ചെയ്യാനെടുക്കുന്ന ടൈം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ട്രീ വാല്യൂ പറയുവാണ് 5, 10 ആൻഡ് 15. ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ട്രീ ഉണ്ടാക്കുവാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ആദ്യത്തെ നോഡ് 5 ആണ്, ആൻഡ് അതിൻ്റെ അടുത്ത നോഡ് വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ ഈ 5നേക്കാൾ 10 വലുതായതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്കായിരിക്കും അടുത്ത എഡ്ജ് വരയ്ക്കുക. അപ്പോൾ അത് 10 ആണ്. ആൻഡ് ഈ 10നേക്കാൾ വലുതാണ് അടുത്ത 15 എന്ന് പറയുന്നത്. അപ്പോൾ അത് വീണ്ടും അടുത്തത് എങ്ങനെയാണ്, ഇവിടെയായിരിക്കും 15 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ആദ്യത്തെ ഒരു ട്രീ വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുവാണ്. അപ്പോൾ അതിപ്പോൾ 10, 5, 15 സെയിം വാല്യൂസ് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. അപ്പോൾ ആദ്യത്തെ റൂട്ട് നോഡ് 10 എടുത്തു, ആൻഡ് നെക്സ്റ്റ് വാല്യൂ 5 ആണ്, അത് 10നേക്കാൾ ബിലോ ആണ്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് വരച്ചു. അപ്പോൾ 5 ആയി. ഇനി 5നേക്കാൾ എബോവ് ആയിരിക്കും ഈ 15 വരുന്നത്. അപ്പോൾ അത് എങ്ങോട്ട് വരും, റൈറ്റ് സൈഡിലേക്ക് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നോഡുകൾ ഇതിനകത്ത് വരയ്ക്കുക. ഇപ്പോൾ ഒരു ട്രീ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൂട്ട് നോഡ് 50 ആണ്. ആൻഡ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ട്രീക്ക് നമ്മൾ ലെഫ്റ്റ് സബ് ട്രീ എന്നാണ് പറയുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ട്രീക്ക് റൈറ്റ് സബ് ട്രീ എന്നായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ ഈ ലെഫ്റ്റ് സബ് ട്രീ എപ്പോഴും റൂട്ട് നോഡിനേക്കാൾ വാല്യൂ കുറവായിരിക്കും. ആൻഡ് റൈറ്റ് സബ് ട്രീ എപ്പോഴും റൂട്ട് നോഡിനേക്കാൾ വാല്യൂ കൂടുതലായിരിക്കും. ആൻഡ് ഇപ്പോൾ നമ്മളൊരു സെർച്ചിങ് നടത്തുവാണ്, നമുക്ക് 40 എന്ന് പറയുന്ന വാല്യൂ ആണ്, നോഡാണ് സെർച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ കീ വാല്യൂ ഈസ് 40 എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് റൂട്ടിൽ സെർച്ച് ചെയ്യും. റൂട്ടിൽ നോക്കും 50. അപ്പോൾ ഇത് 50 = 40 ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ 50 ലെസ് ദാൻ 40 ലെസ് ദാൻ 50 ആണോ? ആണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം സെർച്ചിങ് വരാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലത്തെ സബ് ട്രീയിലെത്തും. ഇവിടെ വരുമ്പോൾ 30 ആണ് ലെഫ്റ്റ് സബ് ട്രീയുടെ റൂട്ട്. അപ്പോൾ 30യേക്കാൾ ബിലോ ആണോ ഹയർ ആണോ എന്ന് നോക്കും. അപ്പോൾ ഹയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, 30യുടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് 40 ആണോ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും. യെസ്, ഇറ്റ്സ് 40. അങ്ങനെയായിരിക്കും ഇതിൻ്റെ സെർച്ചിങ് ഓർഡർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ബൈനറി സെർച്ച് ട്രീ. ബൈനറി സെർച്ച് ട്രീ എപ്പോഴും റൂട്ട് നോഡിനേക്കാൾ ലെഫ്റ്റ് സബ് ട്രീ വാല്യൂ
ചെറുതായിരിക്കും. ആൻഡ് റൈറ്റ് സബ് ട്രീ വാല്യൂ എപ്പോഴും വലുതായിരിക്കും. ആൻഡ് ഇതിൻ്റെ സെർച്ചിങ് ടൈം, മാക്സിമം സെർച്ചിങ് ടൈം എന്ന് പറയുന്നത് n ആയിരിക്കും. ആൻഡ് മിനിമം സെർച്ചിങ് ടൈം എന്ന് പറയുന്നത് log n ആയിരിക്കും.